ബി.ജെ.പിയുടെ തിരുവനന്തപുരം സെൻട്രൽ സ്ഥാനാർത്ഥി കരമന ജയനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ചേട്ടാ നമസ്കാരം. മണ്ഡലം സുപരിചിതമായ മണ്ഡലമാണ്. എത്രത്തോളം ആണ് ഇവിടുത്തെ ഒരു പ്രചരണത്തിന് വന്നപ്പോൾ ജനങ്ങളുടെ ഒരു പിന്തുണ, ഒപ്പം തന്നെ എന്താണ് പ്രതീക്ഷ? ഈ തിരുവനന്തപുരം നഗരത്തിലെ ബി.ജെ.പിയുടെ ജനപിന്തുണ എന്ന് പറയുന്നത് ആദ്യമല്ല. കാലാകാലങ്ങളിൽ കേരളത്തിലെ ഏറ്റവും ബി.ജെ.പിക്ക് ശക്തിയുള്ള സ്ഥലമാണ് തിരുവനന്തപുരം ജില്ല, പ്രത്യേകിച്ചും തിരുവനന്തപുരം സിറ്റി. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് 2016 ബി.ജെ.പിക്ക് ആദ്യമായി നിയമസഭ അക്കൗണ്ട് തുറന്നതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്, നഗരത്തിൽ തന്നെയാണ് നിയമം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജനപിന്തുണയെ നമുക്ക് സംശയമില്ല. കോർപ്പറേഷൻ ഭരണം പിടിച്ചു, ഒരു വലിയ ചരിത്ര വിജയമാണ് ബി.ജെ.പിക്ക് ജനങ്ങൾ സമ്മാനിച്ചത്. അതിൻ്റെ തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായ കാര്യമാണ്. മണ്ഡലത്തിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് വന്നത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ ഏറ്റവും അവസാനമാണ് 2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് NDAയും അതുപോലെ തന്നെ CPM രംഗത്തേക്ക്, അല്ലെങ്കിൽ LDF രംഗത്തേക്ക് എത്തിയത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകി എന്നൊരു തോന്നലുണ്ടോ? ജനങ്ങളിലേക്ക് എത്താൻ ഇനിയും കൂടുതൽ സമയം കിട്ടുമോ? അല്ല, ഞാൻ സ്ഥാനാർത്ഥി നിലയിൽ മാത്രമല്ലല്ലോ, ഞാൻ സ്ഥാനാർത്ഥി ആവുന്നതിന് മുമ്പും ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആളാണ്. സിറ്റിയിലെ എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളാണ്. എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിക്കുന്ന ആളാണ്. ഇത് സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രം വരുന്നൊരു പ്രതിഭാസമല്ല. ഞാൻ ബി.ജെ.പി കാലാകാലങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എല്ലാം ഇടപെടുന്നുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം വൈകി എന്ന് പറയുന്നത് ഒരു വലിയ കാരണമേ അല്ല. മുമ്പേ നിശ്ചയിച്ച ആളും പിറകെ നിശ്ചയിച്ച ആളും എല്ലാം തുല്യത തന്നെയാണ്. ഇനിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ അംഗം കുറിച്ച് മുമ്പോട്ട് പോകാൻ പോകുന്നത്. ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ബൂത്ത് തല പ്രവർത്തനങ്ങളും ജനങ്ങളുടെ സമ്പർക്കവും എല്ലാം നേരത്തെയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബി.ജെ.പിയുടെ സിറ്റി അധ്യക്ഷൻ എന്ന നിലയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി കോർപ്പറേഷനിൽ അത്യാവശ്യം ഇത്തവണ ഭരണം പിടിച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് ബി.ജെ.പിക്ക് കൂടുതൽ പ്രതീക്ഷകൾ? എ ക്ലാസ് മണ്ഡലങ്ങൾ പലതുണ്ട് ബി.ജെ.പി. അല്ല, ബി.ജെ.പി കേരളത്തിലെ അധികാരം നേടുമെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നേടുക തന്നെ ചെയ്യും, 100%. കേരളത്തിലെ ബി.ജെ.പിയുടെ ഭരണം തിരുവനന്തപുരം സിറ്റി ജില്ല, ഞാൻ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള സിറ്റി ജില്ലയിലെ 4 നിയോജക മണ്ഡലങ്ങളിലും ബി.ജെ.പി MLA ഉണ്ടാവും. വലിയ പ്രതീക്ഷ. തീർച്ചയായും. എന്താണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും അറിയാവുന്ന മണ്ഡലമാണ്, എന്താണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു? അല്ല, ഏറ്റവും കൂടുതൽ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാവുന്ന വികസനം തന്നെയാണ്. ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനമാണ്. ആ വികസനമായി മുമ്പോട്ട് പോകും. നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി വിഭാവന ചെയ്യുന്ന വികസനം, ആ വികസന കാഴ്ചപ്പാടിൽ തന്നെയാണ് ബി.ജെ.പി മുന്നോട്ട് പോകുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ വികസന സ്വപ്നങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ജീവിത മന്ത്രമാണ് തിരുവനന്തപുരത്തിൻ്റെ വികസനം. ആ വികസനവുമായി തന്നെ മുമ്പോട്ട് പോകും. മറ്റ് സ്ഥാനാർത്ഥികളെ എങ്ങനെയാണ്? എല്ലാവരും, ഞാൻ ആരെയും കുറച്ച് കാണുന്നില്ല, എല്ലാവരും നല്ല വ്യക്തിത്വങ്ങളാണ്. ഈ 2 സ്ഥാനാർത്ഥികളുമായിട്ട് നല്ല വർഷങ്ങളായിട്ടുള്ള സുഹൃത്ത് ബന്ധമുണ്ട്, സഹോദര ബന്ധമുണ്ട്. ആരെയും ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഒരു യുദ്ധം നയിക്കുന്ന സമയത്ത് സൗഹൃദവും സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ വിജയിക്കാൻ ശ്രമിക്കും. അതിൽ ബി.ജെ.പിയുടെ വിജയം എന്ന് പറയുമ്പോൾ ബി.ജെ.പിക്ക് തിരുവനന്തപുരം നഗരത്തിലുണ്ടായിട്ടുള്ള ജനപിന്തുണ, അത് തന്നെയാണ് ഞങ്ങളുടെ അടിസ്ഥാനം.